ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നൈക്കിയിൽ നിന്ന്, മീഷോയിൽ നിന്ന്, അങ്ങനെ കുറച്ച് സ്ഥലത്ത് നിന്ന് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഞാനത് തുറന്നു പോലും നോക്കിയിട്ടില്ല എന്തൊക്കെയാണെന്ന്. കുറേ സാധനങ്ങളുണ്ട്. സോ അത് എന്താണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോവാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതെന്തായിരുന്നു ഞാൻ തന്നെ നോക്കട്ടെ. ഇത് ചെരുപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ പറയില്ലേ, ഞാൻ തന്നെ തുറന്ന് നോക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ യൂസൊക്കെ എത്ര നാളെ നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നീട് വേറൊരു വീഡിയോയും കൂടെയും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം എന്തൊക്കെ പ്രൊഡക്റ്റാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, ഇത് കാണാൻ രസമുണ്ട്, അപ്പം അതുകൊണ്ട് വാങ്ങിച്ചതാണ്. സോ ഷൂ, ഇതാണ് ഞാൻ വാങ്ങിച്ച ഷൂ. ഇത് മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതൊരു 350 റുപ്പീസ് അത്രേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തേക്കാം. സോ ദിസ് ഈസ് മൈ ഷൂ. ഒരു വൈറ്റ് ഷൂ ആണ്. സോ വൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രാൻഡ്, അങ്ങനെ ഒരു ലുക്ക്, എലഗൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ഷൂ വാങ്ങിക്കുന്നത്. ഞാനിപ്പം ഒരു ജസ്റ്റ് നോക്കിയിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. മേ ബി ഇതിൻ്റെ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പം ഇത് നമ്മളുടെ എന്താണ് ടോപ്പ്, ഫ്രോക്ക്, അങ്ങനെയുള്ള മോഡൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ടാണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ദിസ് ഈസ് മൈ സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇത് ഞാൻ നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതെനിക്ക് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ട്. സോ ഏതൊക്കെ കളറാണ് എന്ന് നമുക്ക് നോക്കാം. സാധനം ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് അത് അൺബോക്സ് ചെയ്യാം. മൂന്ന് പ്രൊഡക്റ്റാണുള്ളത്. സംഭവം 2 നെയിൽ പോളിഷും ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ ഇപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല, അത് ഷോയില്ല. ഇതൊരു മാറ്റ് ഫിനിഷായിട്ടുള്ള 2 നെയിൽ പോളിഷാണ്. ഫസ്റ്റ് ഇത് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. ഇത് ബ്ലാക്ക് ആണ്. നെക്സ്റ്റ് ഇത് റൂബി ബ്ലേസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കളർ, അതായത് ഒരു ബ്രൗൺ മെറൂൺ കളറൊക്കെ വരും. അങ്ങനെ ഈ 2 ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ തന്നെ ലിപ്സ്റ്റിക്ക്, സോറി ലിപ്സ്റ്റിക് അല്ല, നെയിൽ പോളിഷ്. ഞാൻ അവർ ലിപ്സ്റ്റിക്. ഇത് കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യും. അവരുടെ ഈ സിമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫൗണ്ടേഷനിലൊക്കെ അവരുടെ ഈ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിൽ എഴുതി വെച്ചേക്കുന്നതേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് സോ നൈസ്. സോ ദിസ് ഈസ് മൈ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇതാണ് ആ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഞാനിതിൽ കയ്യിൽ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. സോ സ്മൂത്താണ്, ഭയങ്കര സ്മൂത്താണ്. സോ ദിസ് ഈസ് മൈ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഹായായിട്ട് ചെയ്യാം. മാഗ്നറ്റാണ്. ഓക്കെ, ഇത്രയാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ദെൻ നമ്മളുടെ തേർഡ് പ്രോഡക്റ്റിലോട്ട് പോകാം. Here comes my third product. അതെന്താ നോക്കാം. ഇത് മീഷോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇത് ഒരു ടൈപ്പ് ചെരുപ്പാണ്. എൻ്റെ 2 ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുതിയ ചെരുപ്പ് വാങ്ങിച്ചേക്കാം, അങ്ങനെ വിചാരിച്ചാണ്. ഇത് അത്യാവശ്യം നല്ല അത് മറ്റേ 300 ആയിരുന്നല്ലോ, അതല്ല, ഇത് കുറച്ചുകൂടെ നല്ല ചെരുപ്പാണെന്ന് തോന്നുന്നു. ഐ മീൻ റേറ്റ് ഉണ്ട് കുറച്ചുകൂടെ. XNX എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഞാൻ ബ്രാൻഡ് നോക്കി എടുത്തൊന്നുമല്ല, ജസ്റ്റ് ഇതിന് നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ എനിക്ക് കാണുമ്പോൾ നല്ല എലഗൻ ലുക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് ഇതാണ് എൻ്റെ ചെരുപ്പ്. അത്യാവശ്യം ഹീലുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഇവിടെ ഒരു കവറിങ് വേണമായിരുന്നു. അതുപോലെ നല്ലൊരു കളർ, ഈ ഒരു കളർ കോമ്പോ നല്ലതാണ്. അതായത് ഒരു ഗ്രേ കളറും ഇതൊരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ പോലെ ഒരു കളറാണ്. ഇത് ഒരു ചെറിയ മഞ്ഞ പോലെ എന്തോ ഉണ്ട് കേട്ടോ, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇത് അബൌട്ട് 700 rupees ആയിട്ടുണ്ട്. നല്ലതാണ്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലതാണ്, നല്ല സ്മെല്ലുണ്ട്. ഇതാണ് ആ ചെരുപ്പ്. അപ്പം എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ഹീല്, അത്യാവശ്യം നല്ലൊരു ഹീൽ, ആ ഹീൽ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. സോ ഇതാണ് ഞാൻ വാങ്ങിച്ചത് നമ്മളുടെ സെക്കൻഡ് ഫുട്വെയർ. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് പ്രൊഡക്റ്റിലോട്ട് പോകാം. വെൽക്കം മൈ ഫോർത്ത് പ്രൊഡക്റ്റ്. ഇതെനിക്ക് ശരിക്കും എന്താവും എനിക്കൊരു നിശ്ചയമില്ല കേട്ടോ. ഇതും ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരുപാടെടുത്ത് ഞാൻ തപ്പും, പക്ഷേ എങ്ങും ഈ സാധനമില്ല. ആകപ്പാടേ ഉണ്ടായിരുന്ന മീഷോയിലായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. അത്യാവശ്യം നല്ല റേറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഞാനിന്മേൽ കളിയായിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. ഇത് നല്ല ഡൗട്ട്, മീൻസ് ചെരുപ്പ് രണ്ടും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് എങ്ങനെ ആയാലും കുഴപ്പമില്ലാമായിരുന്നു. പക്ഷേ ഇത് വേറെ ഒന്നിലും ഇല്ലാന്നേ, വേറെ എന്തിലൊക്കെ ഞാൻ നോക്കിയെന്നറിയോ അതിലെല്ലാം എന്താണ് ഔട്ട് ഓഫ് സ്റ്റോക്ക്, ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നെ കിട്ടിയൊന്നും വലിയ റിവ്യൂ ഉണ്ടായിരുന്നില്ല, അതാണ് എനിക്കിപ്പം ഡൗട്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ക്യാൻസൽ ചെയ്താലോ. ശരിക്കും ഇത് എൻ്റെ 4 ഗ്ലാസും പൊട്ടിയിരിക്കുകയാണ്. ഇത് ഞാൻ 4 ഗ്ലാസും പൊട്ടിപ്പോയി. ഞാൻ വാങ്ങിച്ച ഗ്ലാസസ് ആയിരുന്നു ഇത്. സീരിയസ്ലി ഇത് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ വാങ്ങിച്ചത്, പക്ഷെ 4 ഇത് പൊട്ടി. അപ്പോൾ ഇതിപ്പം റിട്ടേൺ കൊടുക്കും, വേറെ വഴിയൊന്നുമില്ല. ഇത് വയലറ്റ് കളറൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്, പക്ഷെ 4 പൊട്ടി. ഇത് റിട്ടേൺ കൊടുക്കാം, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അപ്പം അതൊന്ന് നിങ്ങളെയും കൂടെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചില വീഡിയോസിലായിട്ട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സമയം ഇപ്പം ഏകദേശം 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം